ഫോർത്ത് സെമസ്റ്റർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ള പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. തേർഡ് സെമസ്റ്ററിലെ ഫസ്റ്റ് മൊഡ്യൂളായ ഇന്ത്യൻ പാർട്ടി സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡെഫിനിഷൻ എന്നുള്ളൊരു പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അതിൽ എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. വാട്ട് യു മീൻ ബൈ എ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ആ ഡെഫിനിഷൻ പാർട്ടിൽ ഡിസ്കസ് ചെയ്യണത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള കാഴ്ചപ്പാടും ഒപ്പീനിയനുള്ള കുറച്ച് അധികം പൗരന്മാർ സംഘടിക്കുക. ഇങ്ങനെ സംഘടിച്ച ഈ പൗരന്മാർ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഭരണത്തിൽ എത്താൻ ആഗ്രഹിക്കുന്നതാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ പൊതുവായിട്ട് എടുത്ത് നോക്കിയാൽ ഓരോ പാർട്ടിക്കും ഓരോ സ്പെഷ്യൽ ഐഡിയോളജീസ് ഉണ്ട്. ഈ ഐഡിയോളജീസ് ഓരോ സെയിം ഐഡിയോളജി ഉള്ള ആളുകൾ ഒരുമിച്ച് കൂടുകയും പിന്നെ ആ ഐഡിയോളജി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഭരണത്തിൽ എത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൽ പറയുന്ന അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ളൊരു പാർട്ട്. അതിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മെയിൻ ഫങ്ഷൻസിനെ പറയുകയാണെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ അഥവാ ജനങ്ങളുടെ അഭിപ്രായം ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രിയേറ്റ് എ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഒരു രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ് ഫോർ ഇലക്ഷന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പ്രൊവൈഡ് ലീഡർഷിപ്പ് ടു ദ പീപ്പിൾ ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ. പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദി ഇലക്ഷൻ ക്യാമ്പയിൻ ഇലക്ഷൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് പ്ലാനിങ് ആസൂത്രണവും എക്സിക്യൂഷൻ അത് നടപ്പിൽ വരുത്താനും വേണ്ടിയിട്ട്. പിന്നെ മെയിൻറ്റെയിനിങ് പാർട്ടി ഡിസിപ്ലിൻ ആൻഡ് ലോയലിറ്റി അതായത് ആ പാർട്ടിയിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന ആ പാർട്ടിയിൽ ലോയലിറ്റി അതായത് പാർട്ടിയിലൊരു കൂറ് ഡിസിപ്ലിൻ അച്ചടക്കം അതൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടു ഫോർമുലേറ്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദം ആഫ്റ്റർ കമ്മിങ് ഇൻ ടു പവർ ഈ ഓരോ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ പോളിസീസും പ്രോഗ്രാംസും ഒക്കെ പവറിൽ വന്നതിന് ശേഷം നടപ്പാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജനങ്ങൾക്ക് എഡ്യൂക്കേറ്റ് പൊളിറ്റിക്കൽ അവയർനെസ് ടു ദ പീപ്പിൾ അതായത് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക രാഷ്ട്രീയപരമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക. അതൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ എന്നാണ്. അതിൽ മെയിനായിട്ട് പറഞ്ഞത് ഈ എവല്യൂഷൻ പാർട്ടികളുടെ ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചാണ് അതിൽ പറയണത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതെന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അതായത് 1885 കോൺഗ്രസ് ഫോം ചെയ്തത്. അതായത് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ഈ INC ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്രീഡം മൂവ്മെൻ്റാണ്. ഒരു സമരത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് നമ്മൾ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദ ഫസ്റ്റ് ഓർഗനൈസർ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യ എന്നുള്ള ക്വസ്റ്റ്യന് INC എന്നാണ് ആൻസർ ചെയ്യുക. അതായത് ആദ്യത്തെ സംഘടിത രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് INC ആണ്. അതൊരു പ്രീ മാസ് ഓർഗനൈസേഷനാണ് നമുക്ക് പറയാം. പിന്നെ അടുത്ത ഈ എവല്യൂഷൻ ഓഫ് പാർട്ടി സിസ്റ്റത്തിലെ അടുത്തത് INC കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് 1906 മുസ്ലിം ലീഗാണ്. പിന്നെയെന്ന് പറയുന്നത് 1916 ഹിന്ദു മഹാസഭ എന്നുള്ളൊരു പാർട്ടി, 1924 കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതൊക്കെയാണ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിലെ മെയിനായിട്ട് വരുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ്. അടുത്ത സെക്ഷനാണ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പാർട്ടി സിസ്റ്റം. ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. അതിൽ ഫസ്റ്റ് ഫീച്ചറാണ് മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ഒരു പാർട്ടി രണ്ട് പാർട്ടിയോ അല്ല ഭരിക്കുന്നത്, മൾട്ടി പാർട്ടീസ് കുറേ ഇഷ്ടം പോലെ പാർട്ടീസ് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടി പാർട്ടി സിസ്റ്റം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ നമ്പർ ഓഫ് പാർട്ടീസ് ധാരാളം പാർട്ടീസ് ഉണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് നാഷണൽ പാർട്ടീസ് എന്ന് പറയാം, അതായത് ദേശീയ തല പാർട്ടീസ്. പിന്നെ റീജിയണൽ ലെവലിൽ പാർട്ടീസ് ഉണ്ട്. അതാണ് മൾട്ടി പാർട്ടി സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നാഷണൽ പാർട്ടി ഓഫ് ഇന്ത്യയിൽ പ്രധാനമായിട്ട് നമുക്ക് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയാം, BJP ഭാരതീയ ജനതാ പാർട്ടി, CPI, CPIM,
പിന്നെ NCP, നാഷണൽ കോൺഫറൻസ് പാർട്ടി, BSP, ബഹുജൻ സമാജ് പാർട്ടി, ഇതൊക്കെ നാഷണൽ പാർട്ടീസായിട്ട് കണക്കാക്കപ്പെടുന്ന പാർട്ടീസാണ്. പിന്നെ റീജിയണൽ ലെവലിലും പാർട്ടീസ് ഉണ്ട്. അതിൽ ഫസ്റ്റാണ് മുസ്ലിം ലീഗ്, കേരള മുസ്ലിം ലീഗ്. പിന്നെ നാഷണൽ കോൺഫറൻസ്, അതായത് കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ്. പിന്നെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പാർട്ടി. പിന്നെ അകാലിദൾ, തൃണമൂൽ കോൺഗ്രസിൻ്റെ ലീഡറാണ് മമതാ ബാനർജി. അതൊക്കെയാണ് റീജിയണൽ ലെവൽ പാർട്ടീസ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് വൺ പാർട്ടി ഡോമിനൻറ്റ് സിസ്റ്റമാണ്. അതായത് ഒരു പാർട്ടിൻ്റെ ഒരു ആധിപത്യം. അതായത് 1989 വരെയുള്ള ഇന്ത്യൻ ഇലക്ഷൻ സിസ്റ്റമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. 1989 വരെ ഇന്ത്യ റൂൾ ചെയ്യുന്നത് കോൺഗ്രസ് എന്നുള്ള ഒരൊറ്റ പാർട്ടിയായിരുന്നു. അതിനുശേഷമായിരുന്നു പിന്നെ ഭരണം മറ്റുള്ള പാർട്ടികൾക്ക് കിട്ടിയത്. അതാണ് വൺ പാർട്ടി ഡോമിനൻറ്റ് സിസ്റ്റം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിൻ്റാണ് ദ എൻഡ്ലെസ് പ്രൊളിഫറേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അതായത് ഒരു പാർട്ടി തന്നെ അധികാരങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുമായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്ത് പോവുക. ദ പാർട്ടി സ്പ്ലിറ്റ് ഫോർ പവർ. അതാണ് ദ എൻഡ്ലെസ് പ്രൊളിഫറേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫ്രാഗ്മെൻറ്റഡ് ഓപ്പോസിഷൻ. അതായത് ഈ ഭരിക്കുന്ന പാർട്ടിക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓപ്പോസിഷൻ ഇല്ല. അതാണ് ഫ്രാഗ്മെൻറ്റഡ് ഓപ്പോസിഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പോയിൻ്റാണ് ലാക്ക് ഓഫ് ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റ്. അതായത് ഓരോ പാർട്ടിക്കും അവരുടേതായ ഐഡിയോളജീസ് ഉണ്ട്. പിന്നെ ഈ ഐഡിയോളജീസ് അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റപ്പെടുത്തുന്നുണ്ട്. അതാണ് ലാക്ക് ഓഫ് ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പോയിൻ്റാണ് ദ എമർജൻസ് ഓഫ് റീജിയണൽ പാർട്ടീസ്. അതായത് ഓരോ സ്റ്റേറ്റിലും ഓരോ റീജിയണൽ പാർട്ടീസ് എമർജ് ചെയ്യാൻ തുടങ്ങി. അതൊരു ഇന്ത്യൻ ഫീച്ചറാണ്. അത് ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. അടുത്തത് ഡോമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി കൾട്ട്. അതായത് നമ്മളൊരു പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം ആ പാർട്ടിയിലെ ലീഡർ ഓവർ ഇമ്പോർട്ടൻസ് ടു ആ ലീഡർഷിപ്പ്. അതാണ് ഡോമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി കൾട്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്പ്ലിറ്റിംഗ്, വിഭാഗീയത. അത് ഓർഗനൈസേഷണൽ ഡ്രോബാക്സ് ഒക്കെ കൊണ്ടിട്ട് സ്പ്ലിറ്റിംഗ് ഉണ്ടാവുക. ഒരു പാർട്ടിയിൽ തന്നെ വ്യത്യസ്തമായ ഐഡിയോളജി ഉള്ള ആളുകൾ ഉണ്ടാവുക. പിന്നെ ഈ ഐഡിയോളജി ഫോളോ ചെയ്യുന്നവർ അവരുടെ ലീഡേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് സ്പ്ലിറ്റിംഗ്. അടുത്ത സെക്ഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ വർഗീകരണം എന്ന് പറയാം. അതായത് ഇതിൽ മെയിനായിട്ട് പറയുന്നത് 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓർ നാഷണൽ പാർട്ടീസ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റീജിയണൽ പാർട്ടീസ്, അതായത് പ്രാദേശിക പാർട്ടീസ്. തേർഡ് വൺ കമ്മ്യൂണൽ പാർട്ടി, സാമുദായിക പാർട്ടികൾ. ഫോർത്ത് വൺ അഡ്ഹോക് പാർട്ടി, അതായത് താൽക്കാലികമായിട്ടുള്ള പാർട്ടീസ്. ഇതിൽ ഓൾ ഇന്ത്യ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓർ നാഷണൽ പാർട്ടി എന്നുള്ള ഫസ്റ്റ് പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു പാർട്ടി നാഷണൽ പാർട്ടീസ് ആവണമെങ്കിൽ 3 ക്രൈറ്റീരിയാസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ 3 ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 4 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്റ്റേറ്റിൽ ലോക്സഭ ഇലക്ഷനിൽ 6% ഓഫ് വോട്ട്സ് വേണം. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിനെ നാഷണൽ പാർട്ടി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. അടുത്തൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് 4 സീറ്റ്സ് ഇൻ ലോക്സഭ ഇറ്റ് മസ്റ്റ് വോൺ. അത് എങ്ങനെയായാലും 4 സീറ്റ്സ് ഇൻ ലോക്സഭ വോൺ ചെയ്യണം. പിന്നെ അടുത്തൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 2% ഓഫ് സീറ്റ്സ് ഇൻ ദ ലോക്സഭ എന്ന് പറയുന്നത്. അത് 2% ഓഫ് സീറ്റ്സ്, ലോക്സഭയിൽ 2% സീറ്റ് വേണം. അതായത് 543 കോൺസ്റ്റിറ്റ്യുവൻസിൽ 11 സീറ്റ്സ്. അതാണ് അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ 3 ക്രൈറ്റീരിയ പാലിച്ചാൽ മാത്രമേ ഒരു പാർട്ടി നാഷണൽ പാർട്ടി ആവുള്ളൂ. അങ്ങനെ നാഷണൽ പാർട്ടീസായിട്ട് റെക്കഗ്നൈസ് ചെയ്ത പാർട്ടികളാണ് INC, BJP, JD, CPIM, CPI, NCP എക്സെട്ര. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് നാഷണൽ പാർട്ടീസ് എന്നുള്ള ക്ലാസിഫിക്കേഷന്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീജിയണൽ പാർട്ടീസ്, അതായത് പ്രാദേശിക പാർട്ടികൾ.
പ്രാദേശിക തലത്തിൽ ഒരു പൊതുവായ ഭാഷയും സംസ്കാരമൊക്കെ ഉള്ള ആളുകൾ ഒരുമിച്ച് കൂടുകയും അവർ ഫോം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്, പൊളിറ്റിക്കൽ പാർട്ടിയാണ് റീജിയണൽ പാർട്ടീസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു മുസ്ലിം ലീഗ്, AIDMK, DMK, അസം ഗണപരിഷത്ത്, തെലുങ്ക് ദേശം എക്സെട്ര. പിന്നെയെന്ന് പറയുന്നത് കമ്മ്യൂണൽ പാർട്ടീസാണ്. ഈ ക്ലാസിഫിക്കേഷനിലെ തേർഡ് വൺ നാഷണൽ പാർട്ടി കഴിഞ്ഞു, സെക്കൻഡ് വൺ റീജിയണൽ പാർട്ടീസ്, തേർഡ് വൺ കമ്മ്യൂണൽ പാർട്ടീസ്. ഈ കമ്മ്യൂണൽ പാർട്ടീസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മളെ കാസ്റ്റ്, റിലീജിയൻ അതിൻ്റെയൊക്കെ ബേസിൽ ചില പാർട്ടികൾ ഫോം ചെയ്തിട്ടുണ്ട്. ദ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്, കേരളയിലെ മുസ്ലിം ലീഗ്. പിന്നെ അകാലിദൾ, പഞ്ചാബിലെ അകാലിദൾ, ശിവസേന മഹാരാഷ്ട്ര, അതൊക്കെയാണ് മഹാരാഷ്ട്രയിലെ ശിവസേന എന്നുള്ള പാർട്ടി. അതൊക്കെ കമ്മ്യൂണൽ പാർട്ടീസാണ്. ആ കാസ്റ്റിൻ്റെയും റിലീജിയൻ്റെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയൊക്കെ ബേസിൽ രൂപപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അതുകൊണ്ട് തന്നെ അത് കമ്മ്യൂണൽ പാർട്ടീസായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ ഫോർത്ത് വൺ അഡ്ഹോക് പാർട്ടി. അപ്പോൾ നാഷണൽ പാർട്ടി കഴിഞ്ഞു, റീജിയണൽ പാർട്ടി, കമ്മ്യൂണൽ പാർട്ടി, ഫോർത്ത് വൺ അഡ്ഹോക് പാർട്ടി. അതായത് ഒരു പാർട്ടി അത് ഒരു ഫോം ചെയ്യുന്നുണ്ട് ഒരു ടെമ്പററി, ഒരു താൽക്കാലിക പീരീഡിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ ചില ലോക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന പാർട്ടീസാണ് അഡ്ഹോക് പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് കഴിഞ്ഞു, 4 ക്ലാസിഫിക്കേഷൻ. അടുത്തൊരു മെയിൻ പോയിൻ്റാണ് റീജിയണലിസം എന്ന് പറയുന്നത്. റീജിയണലിസം അഥവാ പ്രാദേശികവാദം. ഈ റീജിയണലിസം മീൻസ് ലവ് ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ ഓർ സ്റ്റേറ്റ് ഇൻ പ്രിഫറൻസ് ടു ദ കൺട്രി ആസ് എ ഹോൾ. അതായത് ഒരു പ്രത്യേക റീജിയൻ, ഒരു പ്രദേശത്തിനോ അല്ലെങ്കിൽ സ്റ്റേറ്റിനോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. അത് ഇന്ത്യ രാജ്യം എന്നുള്ളൊരു കൺസെപ്റ്റിനപ്പുറം ഒരു പ്രത്യേക സ്റ്റേറ്റ്, റീജിയൻ, അവിടെ ബിലോങ് ചെയ്യുന്ന ആളുകൾ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റൊക്കെ വരുമ്പോഴാണ് പ്രാദേശികവാദം ഉണ്ടാവുന്നത്. അങ്ങനത്തെ ചില പൊളിറ്റിക്കൽ പാർട്ടീസാണ് DMK, തെലുങ്ക് ദേശം, അസം ഗണപരിഷത്ത് എക്സെട്ര. പിന്നെ ഈ റീജിയണലിസത്തിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ ആയിട്ട് നമുക്ക് പറയാം ആൻറ്റി ഹിന്ദു മൂവ്മെൻറ്റ്. പിന്നെ ഇത് നാഷണൽ ഇൻ്റഗ്രേഷനും ഐക്യത്തിനും അഖണ്ഡതക്കും എല്ലാം റീജിയണലിസം എന്ന് പറയുന്നത് ഒരു ഭയങ്കര തടസ്സമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ഹുഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ രൂപപ്പെടും. അതായത് ഒരു പ്രത്യേക സംസ്ഥാനവാദം. പിന്നെ അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ ഓട്ടോണമി. അവർക്ക് ആ ഒരു റീജിയനിൽ ബിലോങ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സ്വയംഭരണം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക്. അതേപോലെ ഇൻ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്. ഡിസ്പ്യൂട്ടിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് മുല്ലപ്പെരിയാർ ഇഷ്യൂ ഒക്കെ പറയാം. 2 സ്റ്റേറ്റുകൾ തമ്മിൽ ഡിസ്പ്യൂട്ട്. പിന്നെ സൺ ഓഫ് ദി സോയിൽ പോളിസി, അതായത് മണ്ണിൻ്റെ മക്കൾ എന്നുള്ളൊരു വാദം. ലിംഗ്വിസ്റ്റിക് റീജിയണലിസം, ഭാഷാപരമായ പ്രാദേശികവാദം ഉണ്ടാകും. മിലിറ്റൻ്റ് റീജിയണലിസം, ഡിമാൻഡ് ഫോർ സക്സഷൻ എക്സെട്ര. അതുകൊണ്ട് തന്നെ ഈ റീജിയണലിസം എന്നുള്ളത് ദേശീയ അഖണ്ഡതക്കും ഐക്യത്തിനൊക്കെ ഒരു ഗ്രേറ്റ് ഹിൻഡ്രൻസ് ആണ്. അതെന്ന് പറയുന്നത് ഈ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഹുഡിലേക്കും ഫുൾ സ്റ്റേറ്റ് ഹുഡ്, ഡിമാൻഡ് ഫോർ ഓട്ടോണമി, ഡിമാൻഡ് ഫോർ റീജിയണൽ ഓട്ടോണമി വിത്തിൻ എ സ്റ്റേറ്റ്, ഇൻ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്, അതിലൊക്കെയാണ് റീജിയണലിസം എന്നുള്ളൊരു കൺസെപ്റ്റ് വഴിതെളിക്കുക. അതുകൊണ്ട് തന്നെ അതൊരു നാഷണൽ ഇൻ്റഗ്രേഷന് ഒരു ഭയങ്കര തടസ്സമായിട്ടാണ് നിലനിൽക്കുന്നത്. അടുത്തത് റോൾ ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് റീജിയണൽ പാർട്ടീസ് എന്നുള്ളൊരു പാർട്ടാണ്. അതിൽ നമുക്ക് പറയാം ഈ സംസ്ഥാനത്തിൻ്റെ സ്വയംഭരണത്തിന്, അതായത് ഓട്ടോണമിക്ക് വേണ്ടിയിട്ട് സംഘടിക്കുന്നതാണ് ഈ പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്നത്. അതുപോലെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ റിവൈവൽ ഓഫ് റീജിയണൽ കൾച്ചർ, അതായത് ആ പ്രദേശത്തെ കൾച്ചറിൻ്റെ പുനരുദ്ധാരണം. സെക്കൻഡ് വൺ ലിംഗ്വിസ്റ്റിക് ഹെറിറ്റേജ് ഓഫ് റീജിയൻ, അതായത് ആ ഭാഷയുടെ ഭാഷാ പൈതൃകം, ലിംഗ്വിസ്റ്റിക് ഹെറിറ്റേജ് ഓഫ് റിലീജിയൻ ആണ്. ഭാഷാ പൈതൃകം, മതസംരക്ഷണം, അതൊക്കെയാണ് നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷൻ, ഭരണപരമായുള്ള കാര്യങ്ങൾ, അതേപോലെ രാഷ്ട്രീയ വികേന്ദ്രീകരണം. പിന്നെ ഡെവല്യൂഷൻ ഓഫ് പവർ, അതായത് അധികാര വിഭജനം, സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത്
റോള്, അതായത് ചാലഞ്ചിങ് വൺ പാർട്ടി ഡോമിനേഷൻ സിസ്റ്റം. അതിൻ്റെ റീജിയണൽ പാർട്ടീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് അല്ലെങ്കിൽ റോൾ എന്ന് പറയുന്നത് അത് വൺ പാർട്ടി ഡോമിനേഷൻ, ഒരൊറ്റ പാർട്ടിക്കുള്ള ഒരു ആധിപത്യം എന്നുള്ളതിനെ അത് ചാലഞ്ച് ചെയ്യാണ്, വെല്ലുവിളിക്കാണ്. കാരണം ഓരോ റീജിയണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം ചെയ്തു. അതുകൊണ്ട് തന്നെ വൺ പാർട്ടി ഡോമിനേഷൻ എന്നുള്ള സിസ്റ്റം അവിടെ ചാലഞ്ച് ചെയ്യപ്പെട്ടു. പിന്നെ സെൻറ്റർ സ്റ്റേറ്റ് ബാർഗെയിനിങ്, അതായത് ഡിമാൻഡ് ഫോർ നീഡ്, അവരുടെ ആവശ്യങ്ങൾ ഈ സ്റ്റേറ്റിൻ്റെ നീഡിന് വേണ്ടിയിട്ട് അവർ ഡിമാൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ സെൻറ്റർ സ്റ്റേറ്റ് ബാർഗെയിനിങ്, അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാർഗെയിനിങ് അവിടെ നടക്കും. പിന്നെ കോമ്പറ്റീറ്റീവ് പൊളിറ്റിക്സ്, ഈ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാകുമ്പോൾ അവിടെ പൊളിറ്റിക്സ് കൂടുതൽ കോമ്പറ്റീവ് ആവും, കൂടുതൽ പവർഫുൾ ആവും. അതുപോലെ തന്നെ കൂടുതൽ മത്സരങ്ങളുണ്ടാവും അതിൽ. പിന്നെ കീ പ്ലെയേഴ്സ് ഇൻ കോalition പൊളിറ്റിക്സ്, മുന്നണി രാഷ്ട്രീയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ റോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെയാണ് റോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്. അതോടുകൂടി ഫസ്റ്റ് തേർഡ് സെമസ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ്